ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് തിരുവോണം. അപ്പോൾ നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ട് ഇല വെട്ടാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഇല വെട്ടാനായിട്ട് നേരെ വാഴത്തോട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് തോട്ടമുണ്ട്. അപ്പോൾ ഓണം മൂട് വാഴ മൂട്. നേരെ നമ്മൾ തോട്ടത്തിലേക്ക് എൻട്രി അടിച്ചിരിക്കുകയാണ്. നമ്മുടെ തോട്ടമൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയുടെ തോട്ടമാണ്. അമ്മച്ചി നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി എന്തും വെട്ടാം. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ വാഴത്തോട്ടത്തിലേക്ക് എത്തിയിരിക്കണം ഗൈസ്. കുറേ വാഴകളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് പൊട്ടാത്ത ഏതെങ്കിലും ഇലേനെ സ്കെച്ച് ചെയ്ത് അവന് തൂക്കണം. അപ്പോൾ നമ്മൾ നോക്കി ഒരെണ്ണത്തിന് നമ്മൾ സ്കെച്ച് ചെയ്ത്, അപ്പോൾ അവനെ നമുക്കങ്ങ് വെട്ടിയെടുക്കണം. അപ്പോൾ നേരെ നമ്മളവിടെ എത്തി അവനങ്ങോട്ട് സെറ്റാക്കി. അവൻ്റെ കഴുത്ത് നോക്കി അങ്ങോട്ട് വെട്ടിയെടുത്തു. ഇനി 2, 3, 4, 5 കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറിയാണ്. അവിടെ പാമ്പടക്കം ഉണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് സൂക്ഷിച്ചാണ് പോണത്. അപ്പോൾ അടുത്തവനെ നമ്മൾ സ്കെച്ച് ചെയ്ത് വെട്ടി. പക്ഷേ അത് ഫ്ലോപ്പായി, അവൻ കീറിപ്പോയി. അപ്പോൾ നമ്മൾ കീറാത്തൊരു 3, 4 ഇലയും കൂടി സെറ്റ് ചെയ്ത് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ ഒപ്പം കൺമണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതിനെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ മനോഹരമായ വീട്, എൻ്റെ സ്വന്തം വീട്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് എൻട്രി അടിക്കുകയാണ്. അകത്ത് നേരെ ആ സൈഡിലായിട്ട് പെങ്ങളിരുന്ന് എന്നോട് എന്തോ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ അകത്തോട്ട് കിച്ചണിലേക്ക് കയറി ചെല്ലുകയാണ്. കിച്ചണിൽ അമ്മ നിന്നിട്ട് പപ്പടം വർക്കോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ ടാപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഇലയൊക്കെ വെച്ച് അത് കഴുകി സെറ്റ് ചെയ്ത് ടേബിളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പണം. അപ്പോൾ നേരത്തെ അവിടെ വീതി വെക്കാൻ വെച്ച ചോറ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളതൊക്കെ അത് കഴിക്കാം, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തിരുവോണമായത് കാരണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഞാനുണ്ട്, കൺമണിയുണ്ട്, പെങ്ങൾ, അളിയൻ, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കൺമണിയാണ് നമുക്ക് ചോറ് വിളമ്പണത്. അപ്പോൾ കൺമണി കുറച്ച് ചോറ് കൂടുതലിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചിട്ടാൽ മതി, ആവശ്യമുള്ളപ്പോൾ പോലെ വിളമ്പിയാൽ പോരെ, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ കുറച്ച് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കറികളുണ്ട്. അവിയലുണ്ട്, സാമ്പാർ, പിന്നെ മോര്, പരിപ്പ്, പിന്നെ പുളിയിഞ്ചി ഉണ്ട്, പിന്നെ പഴമുണ്ട്, ശർക്കര വരട്ടി, ഉപ്പേരി, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആദ്യം മോര് വിളമ്പി. ആദ്യം പരിപ്പാണ് വെക്കേണ്ടത്, പിന്നെ പപ്പടം, പിന്നെ അങ്ങനെയാണ്. പക്ഷേ ആൾക്കതൊന്നും അറിയില്ലാത്ത കാരണം ആദ്യം മോര് വിളമ്പി, പിന്നെ പരിപ്പ് വിളമ്പി. അതിന് ഞാനൊന്ന് ചോദിച്ചതിന് എന്നോട് ദേഷ്യപ്പെടുകയാണ് ഗൈസ്. കൺമണി എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ആൾ പാവമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് വിട്ടേക്കുന്നു. അങ്ങനെ പരിപ്പ് വിളമ്പി. ഇനി നമുക്ക് സാമ്പാർ വിളമ്പണം. പക്ഷെ ആളെടുത്തത് അവിയലാണ്. അവിയൽ വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഇലയിലുണ്ട്, അവിടെ വീണ്ടും വെക്കാം. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ ഇലയിലേക്ക് എടുത്ത് അവിയൽ വെച്ച് കുറച്ച് കൂടുതൽ വെച്ച് അവിടെ. അത് അവളുടെ സ്വന്തം ഇലയാണ്, അതാണ് ചോറ് കൂടുതൽ. പിന്നെ തൊട്ടിപ്പുറത്തുള്ള ഇലയിലേക്ക് വെച്ച്. അപ്പോഴും ഞാനെന്തോ പറഞ്ഞപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തിനാണ് തിരുവോണമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് അവളെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.